അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഓട്ടോമൊബൈലിനും ഓട്ടോമൊബൈൽ പാർട്സിനും മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തിയതിന്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിലും കാണാൻ സാധിച്ചു. ഓട്ടോമൊബൈൽ സെക്ടറിലെ ചില സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ എലോൺ മസ്കിന്റെ ടെസ്ല ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.37%, S&P 0.33%, നാസ്ഡാക്ക് 0.53% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും റിക്കവറി പ്രകടമായിരുന്നു. ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ നിഫ്റ്റി 0.45% ഉയർന്ന് 23,591 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 11,111 കോടിയുടെ ബൈങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,517 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അൾട്രാടെക് സിമന്റ്. അൾട്രാടെക് സിമന്റ് രാജ്യത്താകമാനമുള്ള കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ലൊക്കേഷന്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. മധ്യപ്രദേശിലെ പ്ലാന്റിന്റെ ക്ലിങ്കർ കപ്പാസിറ്റി 3.5 മില്യൺ ടൺ പെർ ആനമാക്കി ഉയർത്താനും മഹാരാഷ്ട്രയിലെ പ്ലാന്റിന്റെ ഗ്രൈൻഡിംഗ് യൂണിറ്റ് കപ്പാസിറ്റി എക്സ്പാൻഷൻ 1.2 മെട്രിക് ടൺ പെർ ആനമായി ഉയർത്താനും തീരുമാനിച്ചു. കൂടാതെ ലക്നൌവിലെ കമ്പനിയുടെ സിമന്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 1.8 മെട്രിക് ടൺ ആനമാക്കി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ്. ഭാരത് ഇലക്ട്രോണിക്സിന് 1,385 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് 18,415 കോടിയിലേക്ക് ഉയർന്നു. ഇൻഫോസിസ് എന്ന കമ്പനി റിക്രൂട്ട്മെന്റ് പ്രോസസ് സുഗമമാക്കുന്നതിന് വേണ്ടി LKQ യൂറോപ്പ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി 20 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ, അതായത് LC എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് നൽകാമെന്ന് മുമ്പ് ധാരണയിലെത്തിയിരുന്നു. പക്ഷേ ഡെലിവറി റേറ്റിൽ വന്ന മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ടോട്ടൽ സം എമൗണ്ടിലും മാറ്റം വന്നിട്ടുണ്ട്. 5,989 കോടിയിൽ നിന്നും 6,542 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്. ഏഷ്യൻ പെയിന്റ് ഗുജറാത്തിലെ ദഹേജിൽ കെമിക്കൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിക്കുകയാണ്. ഇതിനുവേണ്ടി 3,250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. വിനൈൽ അസറ്റേറ്റ്, എഥിലീൻ ഇമൽഷൻ, അസറ്റേറ്റ് മോണോമർ ആൻഡ് എഥിലീൻ എന്നിവയുടെ നിർമ്മാണമായിരിക്കും ഏഷ്യൻ പെയിന്റ് ഗുജറാത്തിലെ കെമിക്കൽ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നടത്തുക. BEML എന്ന സ്റ്റോക്കിനെയും നമുക്ക് ശ്രദ്ധിക്കാം. BEML എന്ന കമ്പനിക്ക് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ സൈഡിൽ നിന്നും 405 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കൂടാതെ ഫോഴ്സ് മോട്ടോർ എന്ന കമ്പനി ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിന് 1978 ഫോഴ്സ് ഗൂർഖ ലൈറ്റ് കോമ്പാക്ട് വെഹിക്കിളുകൾ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ എന്ന കമ്പനി ആന്ധ്രാപ്രദേശിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. പവർ ഫിനാൻസ് കോർപ്പറേഷൻ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. പാരസ് ഡിഫൻസ് എന്ന കമ്പനി അതിന്റെ 100% പാരസ് ഡിഫൻസിന്റെ സബ്സിഡറി കമ്പനിയായ പാരസ് ഗ്രീൻ UAV എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ യൂറേഷ്യ എക്സ്പോർട്ടിൽ സെൽ ചെയ്തു. കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ആണ്. ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായി 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലേക്ക് റിലയൻസ് ഗ്രൂപ്പ് നടത്തിയേക്കും. CAC എന്ന കമ്പനി 25 മെഗാവാട്ട് ശേഷിയുള്ള പവർ ജനറേഷന് വേണ്ടി പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ട്. കൂടാതെ അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി 396.7 ജിഗാവാട്ട് ശേഷിയുള്ള പുതിയ ഒരു ഗ്രീൻ എനർജി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. ഇതുവഴി ടോട്ടൽ പവർ ജനറേഷൻ കപ്പാസിറ്റി 13,487 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. പിരാമൽ എന്റർപ്രൈസസ് എന്ന കമ്പനി ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു. ടോറന്റ്